നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വ്യാപക പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കേണ്ടതിന്റെ ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന വമ്പിച്ച യുവജന പ്രതിഷേധത്തെ ദേശവിരുദ്ധ ശക്തികൾ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിന്റെ ആവശ്യകതയാണ് രാജി തീരുമാനത്തിന് കാരണമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. പദവിയല്ല, രാജ്യമാണ് പരമപ്രധാനം. അധികാരത്തിനല്ല, രാജ്യസുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് തെളിയിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും താൻ ആഴത്തിൽ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. നീറ്റ് പരീക്ഷയും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ലക്ഷ്യമിട്ടാണ് പാർട്ടി പാർട്ടി സമരം ആരംഭിച്ചത് എങ്കിലും വൈകാതെ അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതും രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുന്നതുമാണ് രാജ്യം കണ്ടത്. ഖലിസ്ഥാൻ ഭീകരർ പോലും ആക്രമണത്തിന് ധനസഹായവും പ്രഖ്യാപിച്ചു. ഇന്ത്യ വിഭജിക്കാൻ തക്കം പാർത്തിരുന്നവർക്ക് അവസരം ഒരുക്കി നൽകലാണ് ഈ സമരമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രൗഡ് ഓഫ് യു ധർമ്മേന്ദ്ര പ്രധാൻ സർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ CPM ഉണ്ടാക്കിയ നുണക്കഥ പൊളിഞ്ഞു വീണുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. പിണറായി വിജയന് വേണ്ടിയാണ് പണം നൽകിയതെന്ന മൊഴി പുറത്തുവന്നു. ഇതിലും വലിയ എന്തു തെളിവാണ് വേണ്ടതെന്നും ഷോൺ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് പദവിയാണ്. ഇത്രയും ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. യഥാർത്ഥ രേഖ കൊടുത്താലും പിണറായി വിജയൻ ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് പറയുമെന്നും ഷോൺ ജോർജ് പരിഹസിച്ചു. വിരട്ടെല്ലാം ഫോട്ടോസ്റ്റാറ്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ. CMRL എക്സോലോജിക് മാസപ്പടി കേസിൽ ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴി മാധ്യമ സൃഷ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMRL MD ശശിധരൻ കർത്ത 2024 ഏപ്രിലിൽ ഇഡിക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് പണം നൽകാൻ കാരണമെന്നുമാണ് കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളെ പഴിചാരി പിണറായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത മാധ്യമ സമ്മേളനത്തിൽ കർത്തയെ മാത്രമല്ല വീണയും തനിക്ക് അറിയില്ല എന്ന് പുള്ളി ചിലപ്പോൾ പറഞ്ഞു കളയും. ക്യാൻസർ രോഗികൾക്ക് KSRTCയിൽ നൽകിയിരുന്ന സൗജന്യ യാത്ര നിർത്തലാക്കി. ഹാപ്പി ലോങ് ലൈഫ് എന്ന പദ്ധതിയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ ലഭ്യമായിരുന്ന സൗജന്യ യാത്ര ഇതോടെ നിലച്ചു. സർക്കാർ പ്രിയദർശിനി പദ്ധതിയുടെ പിന്നാലെ പോയപ്പോഴാണ് സഹായം ആവശ്യമുണ്ടായിരുന്ന ക്യാൻസർ രോഗികളെ വഴിയാധാരമാക്കിയ നടപടിയുമായി KSRTC രംഗത്തെത്തിയത്. സൗജന്യ യാത്ര മാത്രമല്ല, ബസ്സിൽ സീറ്റ് ഉറപ്പു നൽകുന്ന പദ്ധതിയായിരുന്നു ഹാപ്പി ലോങ് ലൈഫ് എന്നത്. ക്യാൻസർ രോഗികൾ ഇനി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി പ്രിയദർശിനിമാർ ആയാലേ രക്ഷയുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചതോടെയാണ് CJP സമരം നടത്താനുള്ള തീരുമാനം. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിക്കുന്ന കാര്യം CJP അറിയിച്ചത്. പ്രവർത്തകരോട് വേഗം പിരിഞ്ഞു പോകാൻ നേതൃത്വം ആഹ്വാനം ചെയ്തു. ഇനി അടുത്ത ഉടായ്പുമായി വീണ്ടും ഇറങ്ങും വരെ പാർട്ടികൾക്ക് വിശ്രമം. ജന്തർ മന്ദറിലെ സമരക്കാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മേജർ രവിക്ക് വക്കീൽ നോട്ടീസ്. +2 വിദ്യാർത്ഥിനിയായ മാളവയാണ് നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം പരാമർശം പിൻവലിച്ചു മാപ്പ് പറയണമെന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. ഫേസ്ബുക്ക് ലൈവിലൂടെ വിദ്യാർത്ഥികളെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. മേജറിനെതിരെ മൈനർ കുട്ടി വക്കീൽ നോട്ടീസ് സ്വന്തം ഇഷ്ടപ്രകാരം വെച്ച് വിശ്വസിച്ച്. ഇസ്രയേലിൽ കടന്നുകയറി മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാന്റെ നീക്കം മൊസാദ് പരാജയപ്പെടുത്തിയതായി റിപ്പോർട്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ അഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രമം ഇസ്രയേൽ ചാരസംഘടനയെ മൊസാദ് പരാജയപ്പെടുത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ അകത്തു കയറി പണിയാൻ ഇറാന് പുറത്തുനിന്നും ആളെ ഇറക്കണം. ഭാരതത്തിലായിരുന്നെങ്കിൽ പപ്പു മുതൽ യോഗേന്ദ്ര യാദവ് വരെയുള്ളവരെ അകത്തു നിന്ന് കിട്ടിയേരെ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി നടി ജ്യോതിക രംഗത്ത് വന്നിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജ്യോതിക വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കാര്യങ്ങൾ മറയില്ലാതെ തുറന്നു പറയുന്നു, ജെൻസി തലമുറയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ജ്യോതിക കുറിച്ചു. സ്വന്തം ഭർത്താവിന്റെ കരിയർ ഒരു വഴിക്കാക്കി ഇനിയും മതിയായില്ല ആയമ്മയ്ക്കെന്ന് തോന്നുന്നു.
ബ്രസീൽ ഫുട്ബോൾ ടീം സൗഹൃദ മത്സരം കളിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഒക്ടോബറിലെ ഫിഫ വിൻഡോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ പോരാട്ടം കൊൽക്കത്തയിൽ കളിക്കാനുള്ള നീക്കങ്ങളാണ് ബ്രസീൽ ടീം നടത്തുന്നത്. സെപ്റ്റംബർ 25-ന് ടൗൺസ്വില്ലിലും 29-ന് ബ്രിസ്ബേണിലും വെച്ച് ബ്രസീൽ 2 സൗഹൃദ പോരാട്ടങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്ക് പുറമെ ഒരു മത്സരം കൊൽക്കത്തയിൽ കളിക്കാനുള്ള നീക്കമാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്നത്. കൊൽക്കത്തയിൽ ആർക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ഇനി ഈ പേരിൽ ട്രീ കട്ടർ മുതലാളി വീണ്ടും മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഊഞ്ഞാലാട്ടാൻ ഇറങ്ങുമോ എന്തോ. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.